മുംബൈയിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. നവി മുംബൈയിലെ പുതിയ വിമാനത്താവളം പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് സമർപ്പിക്കുക. മുംബൈയിലെ ഭൂഗർഭ മെട്രോയുടെ പുതിയ സർവീസും പ്രധാനമന്ത്രി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. പറയൂ ശ്രീനാഥ്. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും ഞാനുള്ളത് നവി മുംബൈ വിമാനത്താവളത്തിന് തൊട്ടടുത്താണ്. ഇതാ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന വിമാനത്താവളം പുറകിൽ കാണാം. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. റൺവേയിൽ വെളിച്ചങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ചെറു വിമാനം ഇപ്പോൾ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസമാണ്. ദുബായിയെ പോലെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മുംബൈയെ മാറ്റാനുള്ള ശ്രമമാണ് ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിലൂടെ ഉണ്ടാവുന്നത്. 2 കോടി യാത്രക്കാർക്കെങ്കിലും തുടക്കത്തിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വർഷം ശരാശരി വിമാനത്താവളത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയും എന്നതാണ് കണക്ക്. 4 ടെർമിനലുകളാണ് യഥാർത്ഥത്തിൽ ഈ വിമാനത്താവളത്തിൽ ഉണ്ടാവേണ്ടത്. അതിൻ്റെ ആദ്യത്തെ ടെർമിനലിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 2 റൺവേകൾ 3700 മീറ്റർ വീതമുള്ള 2 റൺവേകളാണ്. അതിൽ ആദ്യത്തേതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഡിസംബർ മാസം മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിയുന്നു എന്നത് വെച്ച് ഇന്നിപ്പോൾ സർവീസുകൾ തുടങ്ങുന്നില്ല. ഡിസംബർ പകുതിയോടെ സർവീസുകൾ തുടങ്ങുകയും ചെയ്യും. അഗാസയും ഇൻഡിഗോയും എയർ ഇന്ത്യയും അടക്കമുള്ള വിമാന കമ്പനികളൊക്കെ തന്നെ ഇവിടെ നിന്ന് സർവീസ് തുടങ്ങാനുള്ള ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് സർവീസ് ഉണ്ടാവുകയും ചെയ്യും. വളരെ പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ചില ഫാക്റ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ അത് വളരെ ഫാസിനേറ്റിംഗ് ആണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വിമാനങ്ങളുടെ റിപ്പയറിംഗ് മറ്റും നടത്താൻ കഴിയുന്ന ഒരു കേന്ദ്രം ഇവിടെ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഷോപ്പിങ്ങിന് വേണ്ടി 5000 ചതുരശ്ര മീറ്ററിൽ ചില്ലറ വിൽപ്പനശാലകൾ ഉണ്ടാകും. 1800 ചതുരശ്ര മീറ്ററിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, അങ്ങനെ വിശദമായ സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. മാത്രമല്ല സമ്പൂർണ്ണമായൊരു ഡിജിറ്റൽ വിമാനത്താവളം എന്ന രീതിയിൽ പോലും ഇതിനെ പരിഗണിക്കുക. കാരണം ജീവനക്കാരുടെ സേവനം ഈ സഹായമില്ലാതെ തന്നെ യാത്രക്കാർക്ക് മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിൽ കൂടി വിമാനത്താവളത്തെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 3000 ഏക്കർ സ്ഥലമാണ് ഇത്. ഈ പ്രദേശം യഥാർത്ഥത്തിൽ ഒരു വലിയ മലയായിരുന്നു, ഒരു മലമ്പ്രദേശമായിരുന്നു. അത് ആകെ ഇടിച്ചു നിരത്തിയാണ് വിമാനത്താവളം ഈ വിധം നിർമ്മിക്കുന്നത്. 2021 തുടങ്ങിയ നിർമ്മാണമാണ് SKN. അതിപ്പോൾ പൂർത്തിയാവുന്നു. അതിൻ്റെ ആദ്യഘട്ടം 2029 തന്നെ പൂർണ്ണമായി ഈ 4 ടെർമിനലുകൾ അടക്കമുള്ള പൂർണ്ണമായി വിമാനത്താവളം സജ്ജമാകും. അന്ന് പ്രതിവർഷം 9 കോടി ജനങ്ങൾക്കെങ്കിലും ഈ വിമാനത്താവളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.